നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി. ഗാന്ധിജി ഗാന്ധിജി ഇത്രയും പറഞ്ഞാൽ മാത്രം മതിയല്ലേ? വേറെ ഒരു വിശദീകരണവും വേണ്ട. ഗാന്ധിജി എന്നുള്ള പേര് മാത്രം മതി. ഏതൊരു ഇന്ത്യക്കാരനും മനസ്സിലേക്ക് ആ ഓർമ്മകൾ ഇങ്ങനെ എത്തും അല്ലേ? അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാനായിട്ട് അല്ലേ? സ്ഥലം അറിയാലോ, ഗാന്ധി സ്മൃതി. ഓക്കെ, നമുക്ക് പോവാം. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലമാണിത്. ആദ്യം ഇവിടെ നമസ്കരിച്ചിട്ടാകാം ബാക്കി കാഴ്ചകൾ. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച ഹേ റാം എന്ന് രേഖപ്പെടുത്തിയ ഈ സ്മാരകശിലയിൽ വണങ്ങാതെ ഒരു ഭാരതീയൻ്റെ ജന്മം പൂർണ്ണമാകില്ല. മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുൻപ് അവസാനത്തെ 144 ദിനങ്ങൾ അദ്ദേഹം ഇവിടെ കഴിഞ്ഞിരുന്നു. വ്യവസായ പ്രമുഖരായ ബിർള കുടുംബത്തിൻ്റെ കെട്ടിടമായിരുന്നു ഇത്. ബിർള ഹൗസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1971 ഇന്ത്യ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ഗാന്ധി സ്മൃതി മ്യൂസിയം എന്നാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള പല സംഭവങ്ങളും ചിത്രീകരിക്കുന്ന ഒരു ചുവർചിത്രം ഇവിടെയുണ്ട്. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ഗാന്ധിജിയും പരിവാരങ്ങളും പ്രാർത്ഥനയും കീർത്തനങ്ങളുമായി നടന്നുപോയിരുന്ന ഈ വഴിയരികിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ മഹാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും. ഈ പാതയിലൂടെ നടന്ന് ആ സ്മൃതി മന്ദിരത്തിനകത്ത് കയറിയാൽ മഹാത്മജി ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും നമുക്കവിടെ കാണാം. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഊന്നുവടിയും വാച്ചും പ്രശസ്തമായ കണ്ണടയും അതിനേക്കാൾ പ്രശസ്തമായ ഗാന്ധിജിയുടെ സ്വന്തം ചർക്കയും നമുക്കവിടെ കാണാം. അവിടെ നിന്നും യാത്ര ചെയ്ത് ഞങ്ങൾ ഗാന്ധി സമാധിയിലെത്തി. മുറ്റത്തെ വിശാലമായ പുൽത്തകിടി കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ അവിടെ കിടന്ന് ഓടാൻ തുടങ്ങി. ഒരുപാട് കുട്ടികളും സന്ദർശകരുമെല്ലാം ഓടിക്കളിക്കുകയും ഓടി നടക്കുകയും സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ എല്ലാ തളർച്ചയും മാറ്റുന്ന വളരെ സുഖമുള്ള ഒരു കാറ്റുണ്ട് ഇവിടെ. സ്വന്തം ജീവിതം തന്നെ നമുക്ക് പാഠപുസ്തകമാക്കി തന്ന ആ യുഗപ്രഭാവൻ്റെ കുടീരത്തിൽ പ്രണാമമർപ്പിച്ച് നമുക്ക് പടിയിറങ്ങാം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. ഒരു ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എന്നും നിറച്ചു വെച്ച ഒരു രൂപമാണ് ഗാന്ധിജിയുടെ. ഈ ഒരു എപ്പിസോഡിലൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എങ്കിലും അവിടുത്തെ ചെറിയ അനുഭവം മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാം. ബൈ.